അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത്. ഇന്ന് സമസ്തക്കാരെന്താണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ് മൊത്തം ഉണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല. എപ്പോ അള്ളാഹ് അവരുടെ ഡയലോഗ്. ഇത് പണ്ടേ അവരുടെ ഒപ്പാപ്പ പറഞ്ഞതാണ്. ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, സുജൂദ് അള്ളാഹുവിന് മാത്രം. ഫസ്ജുദ് ലഹു, ആദ്യം നബിക്ക് സുജൂദ് ചെയ്യും. ഞാനോ സുജൂദ് നിനക്ക് മാത്രം. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. എന്നിട്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്ന വിദേഹത്തുകാര് ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ എന്ന് പറയുമ്പോ എണീറ്റ് പോയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാല് തവസ്സുലും ഇസ്തിഗാസയും ഇതൊക്കെ പറഞ്ഞാല് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവ്. ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മുജാഹിദുകാരുടെ ഭാഷയിൽ അത് ശിർക്കാണ്. വാക്സിൻ കുത്തല് ശിർക്കാന്ന് പ്രസംഗിച്ച മുജാഹിദുകാരുണ്ട്. നിങ്ങൾ ആ ബാക്കി എന്താ പറയേണ്ടത്? എന്തുകൊണ്ട്? അല്ല അല്ലാത്ത ഒരാളോട് സഹായം ചോദിച്ചില്ലേ? അപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കാണ്, ഒരാൾ ബാത്റൂമിൽ കുളിക്കാൻ ഇറങ്ങി, വെള്ളം തീർന്നു. അപ്പൊ ഇയാൾ എന്താ ചെയ്യൽ? മോട്ടർ ഇടുന്ന പറയല് എന്താ പറയാ? അപ്പൊ അവര് മാറ്റും, അവരുടെ വാദത്തെ മാറ്റും. അവരാദ്യം പറഞ്ഞ വാദം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹിനോടേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ബാത്റൂമിലുള്ള ഒരാൾ മോട്ടർ ഇടുന്ന അള്ളാഹിനോട് പറയേണ്ടത് അല്ല, പിന്നെ ആരോട് പറയുന്നത്? ഉമ്മ ഒന്ന് മോട്ടർ ഇട്ടെ, അത് ശിർക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? അത് സാധാരണ കാര്യല്ലേ, മോട്ടർ ഇടലും തക്കാളി വാങ്ങലൊക്കെ. അത് അള്ളാഹ് അല്ലാത്തവരോടും ചോദിക്കാം. അങ്ങനെ. അപ്പൊ നമുക്ക് കഴിയാത്ത കാര്യം അള്ളാഹിനോടേ ചോദിക്കാൻ പറ്റുള്ളൂ. അതെ. അങ്ങനെയാണെങ്കിൽ വലിയൊരു വലിയ മരക്കഷ്ണം അത് വഴിയിൽ തടസ്സമായിട്ടുണ്ട്, വണ്ടിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. നമുക്ക് ആർക്കും അത് 10-20 ആളെടുത്താലും അത് നീക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു ആനനെ വിളിച്ചിട്ട് ഒന്ന് മാറ്റിയെന്ന് പാപ്പാൻ പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്തൊരു കാര്യമല്ലേ? അത് ശിർക്കാവോ? ശിർക്കാവോ? ആവോ ഇല്ലയോ? അപ്പൊ ഒരു പറയും അത് മുമ്പിലുള്ള ആളോടല്ലേ, ആന മുമ്പിലുണ്ടല്ല. അത് പറയാം, മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത് എന്നാണ്. എന്താ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാല് അവർ കേൾക്കൂല. ഉറപ്പോ? ഇനി മാറ്റരുത് കേട്ടോ, 2 ടൈം മാറ്റുന്നു, ഇനി മാറ്റരുത്. ഉറപ്പല്ലേ? ഓക്കെ. നമ്മൾ മുമ്പിൽ ഇപ്പൊ ആരും കാണുന്നില്ല. നമ്മളെ നന്മ തിന്മ എഴുതുന്ന റക്കീബ് അത്തീദ് എന്ന മലക്കിനെ പോലും കാണുന്നില്ല. അവരോട് ഒരാൾ പറയാൻ, റക്കീബ് അത്തീദ് ഈ എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലേ, നമ്മളെ കുറിച്ചിട്ട് ഫുള്ള് എഴുതുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കോ ഇല്ലയോ? പറഞ്ഞട്ടെ. കേൾക്കും പറഞ്ഞാൽ എന്റെ മുജാഹിദ് മതം പൊട്ടും, കേൾക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാം ഉണ്ടാവും. പിന്നെ ഇതിന് റക്കീബ് അത്തീദിനെ അള്ളാഹു നിശ്ചയിച്ചത്. അപ്പോഴാണ് ഒരു പറയല്, ഞാൻ കൂടുതൽ പഠിച്ചിട്ട് പറയാം. അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടില്ല.